Let's go. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമ്മൾ ഇനി വരുന്ന നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്തൊക്കെ ട്രേഡ് കിട്ടും, ഓക്കെ, എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ, ഓക്കെ. ഈ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡാണ്, ഓക്കെ. ഗോൾഡാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോണത്. ഗോൾഡിന് നമുക്കൊരു ട്രേഡ് ഉണ്ട് തിങ്കളാഴ്ച. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാനൊരു ഓർഡർ ബ്ലോക്ക്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരച്ചിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടിയിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട് മാർക്കറ്റ്, ഓക്കെ. സോ തിങ്കളാഴ്ച ഇവിടുന്ന് നമുക്കൊരു ട്രേഡ് കിട്ടും. സോ ഇതുവരെയാണ് ട്രേഡിൻ്റെ ഇതുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം, ഓക്കെ. ഞാൻ തൽക്കാലം ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റ് വെക്കുന്നത്, ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വെക്കാം, ഓക്കെ. സോ ഗോൾഡിന് നമുക്കൊരു കിടിലൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആട്ടോ. ട്രേഡ് അല്ല, ഗോൾഡ് ഓൾറെഡി അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇത് മുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റി കവർ ചെയ്തു. കാരണം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ലിക്വിഡിറ്റി ഓർഡേഴ്സ് ഫില്ലായി, മാർക്കറ്റ് കുറച്ച് റിവേഴ്സായി. ഇനി ഇവിടുന്ന് മാർക്കറ്റ് എന്തായിട്ട് റിവേഴ്സ് കാണിച്ചിട്ട് നേരെ മുകളിലോട്ട് പോകും. ഈ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും, ഓക്കെ. ഈ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് കയറും, ഓക്കെ. അതേപോലെ തന്നെ യൂറോ യു എസ് ഡിയിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല, ഓക്കെ. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് തിരിച്ച് ഒന്നില്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് തട്ടിയിട്ട് റിവേഴ്സ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങണം. ഈ ഒരു രണ്ട് ചാൻസ് ആണ് നമുക്ക് യൂറോ യു എസ് ഡിയിലുള്ളത്, ഓക്കെ. സോ യൂറോ യു എസ് ഡി എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ട്രേഡ് ഇടാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള കറൻസിയാണ് നമ്മുടെ യൂറോ യു എസ് ഡി, ഓക്കെ. സെയിം ആസ് ജി ബി പി യു എസ് ഡിയും സെയിം ആണ്, സെയിം ചാർട്ടാണ്, ഓക്കെ. യൂറോ യു എസ് ഡിയും ജി ബി പി യു എസ് ഡിയും അത് ഒരേപോലെയാണ് പോകുന്നത്, ഓക്കെ. സോ യു എസ് ഡി സി എ ഡി ആണ് അടുത്ത്. യു എസ് ഡി സി എ ഡിയിൽ നമ്മളെ എന്താ പറയുക, ഹയർ ടൈം ഫ്രെയിമിലെ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, ഓക്കെ. സോ എന്തായാലും മേ ബി ഇത് റിട്ടേൺ ഇറങ്ങാനാണ് ചാൻസ്, ഓക്കെ. മാർക്കറ്റ് റിട്ടേൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ട്രേഡ് ഒന്നുമില്ല. ഇനി യു എസ് ഡി ജെ പി വൈയിൽ നമുക്ക് നമ്മളെ ഒരു ടാർഗറ്റ് നമുക്ക് വെള്ളിയാഴ്ച അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കോഡിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. അതിൽ അടിയിൽ ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടില്ല. ഇനിയിപ്പോൾ മേളിലോട്ട് കയറുകയാണോ അടിയിലോട്ട് പോവുകയാണോ ഒന്നും അറിയണില്ല, ഓക്കെ. ഇപ്പോൾ അപ് ട്രെൻഡാണ് എന്തായാലും. ഇന്നർ ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡാണ്. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡാണ് കേട്ടോ. സോ ഇതാണ് അവസാനത്തെ ഓർഡർ ബ്ലോക്ക്. ഇവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ബി ടി സിയിൽ കറൻ്റ് ട്രേഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ. നിങ്ങൾക്ക് ഇത് മൈൻഡ് ചെയ്യണ്ട, ഓക്കെ. ഇത് ഞാൻ നേരത്തെ ഒരു സംഭവം ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. സോ ബി ടി സിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ടി സിയിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ബി ടി സി ഡൗൺ ട്രെൻഡ് തന്നെയാണ് കേട്ടോ. സോ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, സോറി, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്. സോ അവിടെ തട്ടിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ മേ ബി അടിയിലെത്തും. ഈ ഒരു റേഞ്ച് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ഓക്കെ. മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, അതുകൊണ്ട് ഈ റേഞ്ച് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ജി ബി പി ജെ പി വൈയിൽ എന്താ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, ജി ബി പി ജെ പി വൈ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്, ഓക്കെ. സോ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്, തിരിച്ച് ഇവിടെ എത്തി ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ ഇവിടെയും നമുക്കൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്കറ്റ് ഇവിടെ തട്ടി റിവേഴ്സ് ആവുന്നുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹൈ വരെ ഒരു ട്രേഡ് ഇടാം, ഓക്കെ. ഇത് വല്ല സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഹൈ ഇടാം, ഓക്കെ. ഈ മാർക്ക് ചെയ്തത് വെച്ചൊക്കെ രണ്ട് ട്രേഡാകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത്, ഈ മാർക്ക് ചെയ്തത് വെച്ചത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് ഇത്, ഉറപ്പായിട്ടും ടി പി അടിക്കാനുള്ള ചാൻസ് ഒരു 90% ഉണ്ട്, ഓക്കെ. സോ അതേപോലെ തന്നെ അടിപൊളി. എന്താ അടുത്ത ട്രേഡ് എ യു ഡി ജെ പി വൈയിൽ അടുത്ത കിടിലൻ ട്രേഡ്. ഇത് കുറച്ച് ലോങ് ട്രേഡാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ലെവൽ തന്നെ വെക്കാം, നോക്കിക്കോ. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് റെസ്പെക്റ്റ് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്തു, മാർക്കറ്റിന് മുകളിലോട്ട് ഇതെടുക്കും, ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കും. സോ മാർക്കറ്റ് ഇവിടുത്തെ ഓർഡേഴ്സ് ഫില്ലായി, മാർക്കറ്റ് എന്ത് ചെയ്തു, റിജക്ഷൻ നടന്നുണ്ട് കണ്ടിന്യൂസ്ലി. സോ ഇവിടെ നിന്ന് എന്തായാലും മേലെ എടുക്കും, ഓക്കെ. അതേപോലെ തന്നെ യൂറോ ജി പി പിയിൽ
നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ ട്രേഡ് ഒന്നുമില്ല. യൂറോ GBP ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു. സോ ഇവിടെ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് എത്തിയിട്ടോ. ഓക്കെ, പിന്നെ എതേറിയാണുള്ളത്. എതേറിയം ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എതേറിയത്തിൽ നമുക്കൊരു ട്രേഡ് ഉണ്ട്. ഓക്കെ, കറൻ്റ്ലി നമുക്ക് ഇപ്പോൾ ഒരു ട്രേഡ് ഉണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ നമുക്ക് ഇത് കിട്ടി, ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. സോ നമുക്ക് ഇവിടെയാണ് എന്ത് വരുന്നത്, ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓർഡർ ബ്ലോക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഹ്യൂജ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. സോ അത് ഒഴിവാക്കാം. ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തു. ഓക്കെ, കറൻ്റ്ലി ഇപ്പോൾ ട്രേഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൈനർ ടൈം ഫ്രെയിമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്കെ, ഇത് ബ്രേക്ക് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആയിട്ടില്ല. സോ മാർക്കറ്റ് നമുക്ക് എവിടുന്ന ട്രേഡ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നമുക്ക് ട്രേഡ് ഉള്ളത് കേട്ടോ. ഇത് ബ്രേക്ക് ആയിട്ട് കയറണം. സോ 1 അവറിലേക്ക് തിരിച്ചു പോവാം. 1 അവറിലേക്ക് തിരിച്ചു പോയിട്ട് ഇതിൻ്റെ ഹൈയിലേക്ക് വയ്ക്കുക. ഓക്കെ, നല്ല ഹൈ ട്രേഡാണ് കേട്ടോ. മാർക്കറ്റ് ബ്രേക്ക് ആയാൽ മാത്രമേ അവിടെ ട്രേഡ് ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലോയിൽ കൊണ്ടുവയ്ക്കണം. ഇത് നമുക്ക് കറൻ്റ്ലി ഉള്ള ട്രേഡാട്ടോ. അതായത് ETH/USDയിൽ കറൻ്റ്ലി ഉള്ള ട്രേഡാണ്. ഇത് ബ്രേക്കായി ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഇടാം. പെൻഡിങ് ഓർഡർ വെക്കാം, പെൻഡിങ് ഓർഡർ. ഓക്കെ, പെൻഡിങ് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ട്രേഡ് ഇടാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ, പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ. ഓക്കെ, യൂസ് ഫെബ് റിട്രേസ്മെൻറ്റ് ഓൾസോ. ഫെബ് റിട്രേസ്മെൻറ്റ് എന്തിനാണ്? നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കേട്ടോ. സോ മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ലെവൽ എത്തിയിട്ട് ഇങ്ങനെ കയറിയിട്ട് ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഫസ്റ്റ് TP അടിക്കും. ഫസ്റ്റ് TP അടിച്ച് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമ്മളെ SL അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് ആണ് കേട്ടോ. അടിയിലേക്ക് പോയാലും നമ്മൾ പ്രോഫിറ്റ് ആണ്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, സോ ഇത് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോവും. കയ്യിൽ നിന്ന് പൈസ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, സോ ഇത് ഇപ്പോഴുള്ള ട്രേഡാണ്. ഇത് നോക്കി വെച്ചോ, പെൻഡിങ് ഓർഡർ വെച്ചോ. ഇനി പെൻഡിങ് ഓർഡർ വെക്കണതിൻ്റെ ഒരു ലൈവ് ഡെമോ ഞാൻ കാണിച്ചു തരാം. സോ എൻ്റെ E8 മാർക്കറ്റ് എടുക്കട്ടോ. സോ E8 മാർക്കറ്റ്, സോ E8 മാർക്കറ്റ് എടുത്തു. E8 മാർക്കറ്റിൽ ഞാൻ ഡെമോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പോഴും പാസ്സായിട്ടില്ല അക്കൗണ്ട്. എതേറിയം വേർ ഈസ് ഓക്കെ, ETH/USD എതേറിയം 1 മിനിറ്റ് അല്ല, നമുക്ക് 1 ഹവറിൻ്റെ ചാർട്ട്, സോറി 5 മിനിറ്റിൻ്റെ ചാർട്ട്. ഓക്കെ, സോ ന്യൂ ഓർഡർ എടുക്കുക, പെൻഡിങ് ഓർഡർ എടുക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓർഡർ എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിൽ വയ്ക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഓൾറെഡി $12 ഉണ്ട്. ഒന്നും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ $24. ഓക്കെ, ഈ ഒരു ലെവലിലാണ് വെക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് പ്രോഫിറ്റ് ടാർഗറ്റ് എന്ത് ചെയ്യും, നമ്മൾ പ്രോഫിറ്റ് മേലേക്കാണ് വലിക്കും. സോ $68 പ്രോഫിറ്റ് ടാർഗറ്റ് ഉള്ളത്. ബൈ കൊടുക്കുക. സോ ഓർഡർ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ ഓർഡർ ട്രിഗർ ആയിക്കോളും, എന്നിട്ട് മാർക്കറ്റ് കയറിപ്പോയിക്കോളും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മാർക്കറ്റിൻ്റെ പ്രൈസ് അനലൈസ് ചെയ്തെടുത്താൽ മതി. മാർക്കറ്റിൻ്റെ പ്രൈസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രേഡിങ് പകുതി വിന്നാവും. മാർക്കറ്റിൻ്റെ പ്രൈസ്, കറൻറ്റ് പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കറൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മൾ വിന്നായി. പിന്നെ യൂറോ എല്ലാം കറൻറ്റ് പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ ഇതേപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് ഞാൻ ശ്രമിക്കലുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റ്സ് ഇടാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംശയമുള്ളത് അതേ വീഡിയോസ് ഞാൻ ഇടും. ഓക്കെ, ബേസിക്കാണ്, നമ്മൾ ബേസിക് മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടത് വെച്ചാണ് അത് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.